Hi all, welcome to Chlorophyll Learning Platform. Myself, Dr. Shruti. Today, we will discuss an important topic for your QA biology exam under the subheading Biotechnology and its applications. The topic is Recombinant DNA Technology. So what is recombinant DNA technology? Recombinant DNA technology എന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരു പേരാണ് RDNA ടെക്നോളജി. റീകോമിനന്റ് DNA ടെക്നോളജി. റീകോമിനന്റ് DNA ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ പല ഓർഗാനിസത്തിൽ നിന്നുള്ള ഡിഫറെന്റ് ഓർഗാനിസിൽ നിന്നുള്ള DNA എടുത്ത് കമ്പൈൻ ചെയ്ത് അതിനെ ഒരു ഹോസ്റ്റ് ഓർഗാനിസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അതിൽ ആ ഒരു ഓർഗാനിസത്തിലെ അതിന്റെ പുതിയ ജനറ്റിക് കോമ്പിനേഷൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് റീകോമിനന്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത്. അതിപ്പോ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗാനിസിൽ നിന്ന് നമ്മൾ DNA കളക്ട് ചെയ്യാണ്. DNA നമ്മൾ ആദ്യം ഡിറ്റക്ട് ചെയ്യും. ഡിറ്റക്ട് ചെയ്തതിനു ശേഷം അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യും. ഐസൊലേറ്റ് ചെയ്തിട്ട് ഈ DNA കമ്പൈൻ ചെയ്ത് നമ്മൾ ഒരു ഹോസ്റ്റ് ഓർഗാനിസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഹോസ്റ്റ് ഓർഗാനിസം പുതിയൊരു ജനറ്റിക് റീകോമ്പിനേഷൻ ഉണ്ടാക്കുന്ന അതിനെ പറയുന്ന പേരാണ് റീകോമിനന്റ് DNA ടെക്നോളജി. ഇനി വാട്ട് ആർ ദ ബേസിക് സ്റ്റെപ്സ് ഇൻ റീകോമിനന്റ് DNA ടെക്നോളജി ഓർ RDNA ടെക്നോളജി? എന്തൊക്കെയാണ് അതിൽ വരുന്ന സ്റ്റെപ്സ്? ഫസ്റ്റ് വൺ, ഐസൊലേഷൻ ഓഫ് DNA. നമ്മൾ ആദ്യം DNA ഡിറ്റക്ട് ചെയ്യണം, ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സെലക്ഷൻ ഓഫ് DNA, ദെൻ ഐസൊലേഷൻ ഓഫ് DNA, ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ DNA നമ്മൾ കട്ട് ചെയ്യണം, കട്ടിങ് ദ DNA, ദെൻ ഇൻസേർഷൻ ഇൻ ടു എ വെക്ടർ. വെക്ടർ എന്ന് പറയുന്നത് ഒരു വെഹിക്കിൾ ആണ്, അതിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം. ഇനി അത് കഴിയുമ്പോൾ അതിനെ ലിഗേറ്റ് ചെയ്യണം. അതായത് ഈ DNA പിന്നെ നമ്മൾ വെക്ടറിൽ കൊടുക്കുമല്ലോ, അതിനെയും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യണം, ലിഗേറ്റ് ചെയ്യണം. ലിഗേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഒട്ടിക്കുക, നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ സിമെന്റ് ചെയ്യുന്ന പോലുള്ള ഒരു ടെക്നിക്കാണ് ലിഗേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടിയൊക്കെ എൻസൈംസ് അവൈലബിൾ ആണ്. ദെൻ നെക്സ്റ്റ് ആണ് ട്രാൻസ്ഫോർമേഷൻ. ഒരു ഓർഗാനിസിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പുതിയൊരു ഓർഗാനിസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അതിന് പറയുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ. ഇനി അത് കഴിയുമ്പോൾ ആ ഓർഗാനിസിൽ അതിനെ എന്ത് ചെയ്യണം? എക്സ്പ്രസ് ചെയ്യണം. സെലക്ഷൻ ആൻഡ് എക്സ്പ്രഷൻ. ഇത്രയും ടെക്നിക്സ് ആണ് റീകോമിനന്റ് DNA ടെക്നോളജിയിൽ വരുന്നത്. ആദ്യം നമ്മൾ ഓർഗാനിസിനെ ഐസൊലേറ്റ് ചെയ്യും, DNA ഐസൊലേറ്റ് ചെയ്യും, ദെൻ DNA കട്ട് ചെയ്യുക. ദെൻ കട്ട് ചെയ്യാൻ വേണ്ടി എൻസൈംസ് അവൈലബിൾ ആണ്, ഞാൻ പറയാം ഓരോന്നായിട്ട്. ദെൻ ഇൻസേർഷൻ ഇൻ ടു വെക്ടർ, വെക്ടറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ദെൻ ലിഗേറ്റ് ചെയ്തു, ട്രാൻസ്ഫോം ചെയ്തു, ദെൻ സെലക്ഷൻ ആൻഡ് എക്സ്പ്രഷൻ. ഇത്രയാണ് ഇതിൽ വരുന്ന ബേസിക് സ്റ്റെപ്സ്. ഇനി വാട്ട് ആർ ദ ടൂൾസ് യൂസ്ഡ് ഫോർ ദിസ് ടെക്നിക്? അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും സ്റ്റെപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അതിന് എന്തെല്ലാം ടൂൾസ് വേണം? ഒന്ന് റെസ്ട്രിക്ഷൻ എൻസൈം. റെസ്ട്രിക്ഷൻ എൻസൈമിന് പറയുന്ന വേറൊരു പേരാണ് മോളിക്കുലാർ സിസേഴ്സ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ അതർവൈസ് നോൺ ആസ് മോളിക്കുലാർ സിസേഴ്സ്. സിസർ എന്തിനാ നമ്മൾ ഉപയോഗിക്കുക? കട്ട് ചെയ്യാൻ. അതുപോലെ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ DNA കട്ട് ചെയ്യുന്നത്. അപ്പൊ കട്ട് DNA കിട്ടാൻ വേണ്ടി DNA കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻസൈം. ദേ ആർ അതർവൈസ് നോൺ ആസ് മോളിക്കുലാർ സിസേഴ്സ്. അടുത്തതാണ് DNA ലിഗേസ്. DNA ലിഗേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കട്ട് ചെയ്തല്ലോ, കട്ട് ചെയ്ത ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈമാണ് DNA ലിഗേസ്. ലിഗേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി, അതായത് DNA ഫ്രാഗ്മെന്റ്സിനെ, DNA കഷ്ണങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈമാണ് DNA ലിഗേസ്. അതിന്റെ വേറൊരു പേരാണ് മോളിക്കുലാർ ഗ്ലൂ. അപ്പൊ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും DNA ലിഗേസും ഇമ്പോർട്ടന്റ് എൻസൈംസ് ആണ്. അതിന്റെ പേരുകളും നോട്ട് ചെയ്യുക. ഒന്ന് മോളിക്കുലാർ സിസർ, മറ്റൊന്ന് മോളിക്കുലാർ ഗ്ലൂ, പശ. ഞാൻ അടുത്തത് വെക്ടർ ആണ്. വെക്ടർ എന്ന് പറയുന്ന ഒരു വെഹിക്കിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പല ടൈപ്പ് വെക്ടേഴ്സ് ഉണ്ട്. പ്ലാസ്മേറ്റ്, കോസ്മേറ്റ്, ഫേജ്മേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് വെക്ടേഴ്സ് അവൈലബിൾ ആണ്. ഇവരെന്ത് ചെയ്യും? DNA ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വെഹിക്കിൾ ആണ് ഈ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹോസ്റ്റ് സെൽസ്. അതായത് നമുക്ക് ആവശ്യമുള്ള ഡിസൈഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓർഗാനിസം, അതാണ് ഹോസ്റ്റ് സെൽ എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ നമ്മൾ ചെയ്തു അല്ലെ? റീകോമിനന്റ് DNA ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ പല ടെക്നിക്സ് പറഞ്ഞു, എങ്ങനെയാണ് അതിൽ ഉപയോഗിക്കുന്ന ടൂൾസ് എന്താന്ന് പറഞ്ഞു. ഇനി വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് ദിസ് റീകോമിനന്റ് DNA ടെക്നോളജി? മെഡിസിനിൽ നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇൻസുലിൻ അല്ലെ? ഹ്യൂമൺ ഇൻസുലിൻ ഉണ്ട്, പക്ഷെ നമ്മുടെ ഹ്യൂമൺ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കാം? ആർട്ടിഫിഷ്യലി നമുക്ക് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ കോളൈ പോലുള്ള, എസ്പേഷ്യ കോളൈ പോലുള്ള ഓർഗാനിസിനെ ഈ റീകോമിനന്റ് DNA ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കാം. ദെൻ വാക്സിൻസ്, ഹെപ്പാറ്റൈറ്റിസ് ബി പോലുള്ള വാക്സിൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയും നമുക്ക് RDNA ടെക്നോളജി യൂസ് ചെയ്യാം. ദെൻ ജീൻ തെറാപ്പി അല്ലെ? ജീനിനെ മോഡിഫൈ ചെയ്തിട്ട് പല അസുഖങ്ങളും മാറാത്ത ഒരുപാട് അസുഖങ്ങൾ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ DNA മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് അതിനെ ക്യൂർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പല അപ്ലിക്കേഷൻസ് മെഡിസിനിൽ തന്നെ വരുന്നുണ്ട്. ദെൻ അഗ്രികൾച്ചർ പറയുകയാണെങ്കിൽ GMOs എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം അല്ലെ. അതിൽ തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഉണ്ടാക്കാൻ വേണ്ടി. എന്തിനാണ് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഉണ്ടാക്കുന്നത്? പല റീസൺസിനായിരിക്കാം. ചിലപ്പോൾ ബെറ്റർ ഈൽഡ് കിട്ടാൻ അല്ലെ, നല്ല വിളവ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിസീസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ. പെസ്റ്റുകൾ ഉണ്ട് അല്ലെ, അങ്ങനെ പെസ്റ്റ് അറ്റാക്കിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ക്രോപ്സ് ഉണ്ടാക്കാൻ വേണ്ടി, അങ്ങനെ പല പർപ്പസിന് വേണ്ടി നമുക്ക് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഉണ്ടാക്കാം. അപ്പൊ എന്തൊക്കെയാണ് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്? നിങ്ങൾ കേട്ട് കാണും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BT കോട്ടൺ അത് ഈ ഇൻസെക്ടിസൈഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ളതാണ്. ദെൻ ഗോൾഡൻ റൈസ് അല്ലെ, വൈറ്റമിൻ A റിച്ച് ആയിട്ടുള്ളതാണ് ഗോൾഡൻ റൈസ്. ദെൻ BT ബ്രിഞ്ചാൾ, ഇതൊക്കെ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് അഗ്രികൾച്ചറിലും RDNA ടെക്നോളജി യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ എൻസൈംസ് ഉണ്ടാക്കാൻ, ഹോർമോൺസ് ഉണ്ടാക്കാനൊക്കെയാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. എൻസൈംസ് പറയുകയാണെങ്കിൽ അമൈലേസ്, പ്രോട്ടിയേസ്, ലിപ്പേസ് പോലുള്ള എൻസൈംസ്. ദെൻ ഹോർമോൺസ് പറയുകയാണെങ്കിൽ ഇൻസുലിൻ, അതുപോലെ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ, എറിത്രോപോയിറ്റിൻ ഹോർമോൺ, ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഇൻഡസ്ട്രീസിൽ ഈ പറയുന്ന RDNA ടെക്നോളജി യൂസ് ചെയ്യാം. ദെൻ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീനിന്റെ ഫംഗ്ഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടും ജനറ്റിക് ഡിസീസസിനെ കുറിച്ച്, ഒരുപാട് ജനറ്റിക് ഡിസീസസ് നിങ്ങൾ കേട്ട് കാണും, ഡൗൺ സിൻഡ്രോം പോലുള്ള അസുഖങ്ങളൊക്കെ ഇപ്പൊ അത് അനോമൽ സ്കാനിങ്ങിൽ കണ്ടുപിടിക്കുന്നുണ്ട്. പ്രഗ്നൻസി ടൈമിൽ തന്നെ സ്കാനിങ് പീരീഡിൽ അത് കണ്ടുപിടിക്കുന്നുണ്ട്. പല കേസുകളും അത് അബോർട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് കുട്ടികൾ. അത് അങ്ങനെയുള്ള അസുഖങ്ങൾ മുൻകൂട്ടി കാണുമ്പോൾ അങ്ങനത്തെ കേസുകളും ഉണ്ട്. സോ ഇങ്ങനെയുള്ള ജനറ്റിക് ഡിസീസസ്, സിസ്റ്റിക് ഫൈബ്രോസിസ്, ഹീമോഫീലിയ, ഡൗൺ സിൻഡ്രോം പോലെ ജനറ്റിക് ഡിസീസസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ടും ഈ പറഞ്ഞ റീകോംബിനന്റ് DNA ടെക്നോളജി യൂസ് ചെയ്യും. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ദിസ് റീകോംബിനന്റ് DNA ടെക്നോളജി? ഒന്ന്, നമുക്ക് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി അല്ലെ, നമുക്ക് ഉപകാരമുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസിനെ വലിയ തോതിൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, ഡിസീസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും പ്രിവെൻഷന് വേണ്ടിയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ക്രോപ്സ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ലൈക്ക് ദിസ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് അല്ലെ. ഇതൊക്കെയാണ് RDNA ടെക്നോളജിയുടെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ കൺസേൺസ് പറയുകയാണെങ്കിൽ കുറെ എത്തിക്കൽ ഇഷ്യൂസ് വരുന്നുണ്ട്. GMOs അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസിനെ കുറിച്ച് പല എത്തിക്കൽ ഇഷ്യൂസ് പറയുന്നുണ്ട്. അത് യൂസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ അതിനെ കുറിച്ചുള്ള കുറെ വറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ എൻവയോൺമെന്റൽ റിസ്കുകൾ ഉണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന പല എൻവയോൺമെന്റൽ റിസ്കുകൾ പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് കോസ്റ്റ് അല്ലെ, ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കോസ്റ്റ് എന്തായാലും കൂടുതലാണ്. പിന്നെ അതിന്റെ ടെക്നിക്കൽ കോംപ്ലക്സിറ്റി, ഇതെല്ലാം അതിന്റെ ലിമിറ്റേഷൻസ് ആണ്. Next we are moving on to the questions. First question, which enzyme is known as molecular scissors? ഞാൻ പറഞ്ഞിരുന്നു, ഡിസ്കസ് ചെയ്തപ്പോ ഓർമ്മ വരുന്നുണ്ടോ എന്താണ് ഇതിന്റെ ആൻസർ? Which enzyme is known as the molecular scissors? So the answer for this question is restriction endonuclease. Restriction endonuclease എന്ന് പറയുന്ന എൻസൈം DNA കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനെ പറയുന്ന വേറൊരു പേരാണ് molecular scissors. Next question, which enzyme joins the DNA fragments? ഇതും നമ്മൾ പറഞ്ഞതാണ്. ഏതായിരുന്നു ആൻസർ? Which enzyme joins the DNA fragment? കട്ട് ചെയ്തിട്ടുള്ള DNA ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈം ആണ് ലിഗേസ്. ലിഗേഷൻ എന്ന പ്രോസസ്സ് വഴിക്ക് DNA ഫ്രാഗ്മെന്റ്സിനെ അവര് ജോയിൻ ചെയ്യും അല്ലെ, ഒരു മോളിക്കുലാർ ഗ്ലൂ പോലെ അവരെ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. Then next question, a plasmid is mainly used as, ഞാൻ ഓൾറെഡി പറഞ്ഞു പ്ലാസ്മിഡിനെ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് അല്ലെ. പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെഹിക്കിൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലാസ്മിഡ്സിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയുണ്ടാവും. ദേ ആർ capable of independent replication. അതാണ് പ്ലാസ്മിഡിന്റെ പ്രത്യേകത. Next question, the ORI in plasmid refers to. പ്ലാസ്മിഡിലെ ORI എന്ന് പറഞ്ഞൊരു സൈറ്റ് കാണാൻ പറ്റും. അത് എന്തിനാണ് റെഫർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആൻസർ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ്. ഒറിജിൻ, അത് ഈക്കോളയിലാണ് ഈ ഉള്ള ഒറിജിൻ സൈറ്റിനെ ORIC എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ? റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഇനീഷ്യേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പോയിന്റിനെ പറയുന്ന പേരാണ് ORI. ഓക്കെ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ORI എന്ന് പറയുന്നത് ആ ഒരു പോയിന്റിൽ നിന്നാണ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗാനിസം ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആസ് എ ഹോസ്റ്റ് ഇൻ റീകോംബിനന്റ് DNA ടെക്നോളജി? വളരെ നോർമൽ ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹോസ്റ്റ് ഏതാണ്? റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹോസ്റ്റ് ആണ് ഈക്കോളൈ അല്ലെങ്കിൽ എസ്കറീഷ്യ
കൊളൈ. കാരണം അത് ഒരുപാട് എളുപ്പത്തിൽ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ജനറേഷൻ ടൈമും വളരെ കുറവാണ്. 10 മിനിറ്റിലൊക്കെ അതിനെ നമുക്ക് 1 നിന്ന് 2 ആക്കി അല്ലെങ്കിൽ 2 നിന്ന് 4 ആക്കി അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ കോമൺ ആയിട്ട് എക്സ്പെരിമെന്റ്സിൽ ഈ കൊളൈനെ ഹോസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എൻസൈം കൺവേർട്സ് RNA into DNA? RNA DNA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? RNA DNA ആക്കി നമ്മുടെ RT-PCR ഒക്കെ വന്ന സമയത്ത് നമുക്കറിയാം കൊറോണ വൈറസ് അല്ലെ, അതൊരു RNA വൈറസ് ആണ്. സോ അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ RT-PCR എന്തായിരിക്കാം അത്? അതിന്റെ ആൻസർ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് അല്ലെ. RT-PCR എന്ന് പറയുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് PCR ആണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? RNA കോംപ്ലിമെന്ററി DNA ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ അവിടുന്ന് DNA മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കും. സോ RNA DNA ആക്കുന്ന എൻസൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് ഈസ് യൂസ്ഡ് ഫോർ. നമ്മളിപ്പോ ഇത് റീകോമ്പിനേഷൻ നടന്നു അല്ലെ, റീകോമ്പിനേഷൻ നടന്നു എന്നുള്ളത് കണ്ടുപിടിക്കണം. ട്രാൻസ്ഫോർമേഷൻ നടന്നോ, ഇത് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, നമ്മൾ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അവിടെ നടന്നോ, ഈ ഒരു പ്രോസസ്സ് അവിടെ നടന്നോ എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കാം അതിന്റെ ആൻസർ? റീകോമ്പിനൻസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി. എല്ലാം ചിലപ്പോൾ റീകോമ്പിനേഷൻ നടന്നിട്ടുണ്ടാവില്ല, എല്ലാ സെൽസും റീകോമ്പിനന്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവില്ല. അപ്പൊ അതിൽ ഏതാണ് റീകോമ്പിനന്റ് ആയിട്ട് മാറി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ക്രീനിങ് ടെക്നിക്കാണ് ബ്ലൂ വൈറ്റ് സ്ക്രീനിങ്. Next question, the correct sequence in recombinant DNA technology is. Recombinant DNA technology ഈ പറയുന്നതിൽ ഏതായിരിക്കാം പ്രോപ്പർ ആയിട്ടുള്ള ഓർഡർ, അതായത് കറക്റ്റ് സീക്വൻസ് ഏതായിരിക്കാം? നിങ്ങൾക്ക് അറിയോ? ആൻസർ അറിയാം? സോ ദ ആൻസർ ഈസ്, ഞാൻ ഓൾറെഡി ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ സ്റ്റെപ്സ് അല്ലെ. DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം. പല ഓർഗാൻസിൽ നമ്മൾ അതിനെ എടുക്കും, ഐസൊലേറ്റ് ചെയ്യും, ദെൻ അതിനെ കട്ട് ചെയ്യും, കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ലിഗേറ്റ് ചെയ്യും, ദെൻ അതിനെ ട്രാൻസ്ഫോം ചെയ്യും, ഹോസ്റ്റ് സെല്ലിൽ അതിനെ എക്സ്പ്രസ് ചെയ്യും അല്ലെ. ഇത് നമ്മൾ ആ സ്റ്റെപ്സ് പറഞ്ഞിരുന്നു. അതിൽ എക്സ്പ്രഷൻ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അത് സെലക്ട് ചെയ്യുക. ഇവിടെ വന്നിട്ടുള്ളത് ബി ഓപ്ഷൻ ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെലക്ടബിൾ മാർക്കർ? സെലക്ടബിൾ മാർക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി അതിനെ ഇത് താഴെ തന്നിട്ടുള്ള ഏതാണ് സെലക്ടബിൾ മാർക്കർ ആയിട്ട് ഉപയോഗിക്കുന്നത്? കേട്ട് കാണും. വെക്ടറിലെ വരുന്നതാണ് ഈ പറഞ്ഞ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ട് കാണും നിങ്ങൾ. ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ അതാണ് ഇവിടെ സെലക്ടബിൾ മാർക്കർ ആയിട്ട് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എൻ ആപ്ലിക്കേഷൻ ഓഫ് റീകോമ്പിനന്റ് DNA ടെക്നോളജി? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ അപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത്? ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെയാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ അപ്ലിക്കേഷൻസ് അല്ലെ. മെഡിസിൻ ഫീൽഡിലെ ഓരോ ഫീൽഡിലായിട്ട് ഞാൻ പറഞ്ഞു തന്നിരുന്നു എന്താണ് ഇവിടെ വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. ഫോട്ടോസിന്തസിസ് ആണോ, ഇൻസുലിൻ പ്രൊഡക്ഷൻ ആണോ, റെസ്പിറേഷൻ ആണോ, ഡൈജഷൻ ആണോ? ഈ ഓപ്ഷൻസ് വളരെ സിമ്പിൾ ആണ്. എന്തായാലും നിങ്ങൾക്ക് അതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. സോ ഇവിടെ ആൻസർ വരുന്നത് ഇൻസുലിൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് അല്ലെ. ഹ്യൂമൻ ഇൻസുലിൻ നമുക്ക് പ്രൊഡ്യൂസ് ആവാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഡിഫക്റ്റീവ് ആവുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് ആയിട്ട് എടുക്കും. ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് ആയിട്ട് എടുക്കും. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ കൊളൈ എന്ന പേരുള്ള ഓർഗാൻസിലാണ്. എസ്ക്രീഷ്യ കൊളയിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹോസ്റ്റൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കൊളയാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഹ്യൂമൻസിൽ നിന്ന് ഈ ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനെ നമ്മൾ കണ്ടുപിടിക്കും. ഡിറ്റക്ട് ചെയ്തതിന് ശേഷം അതിനെ ഐസൊലേറ്റ് ചെയ്ത് അതിൽ ഈ പറയുന്ന ലിഗേഷനും കാര്യങ്ങളും ഈ പറഞ്ഞ വെക്ടറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലിഗേറ്റ് ചെയ്ത് ഈ പറഞ്ഞ മറ്റേ ഈ കൊളയിലെ ഈ പറയുന്ന എസ്പെഷ്യൽ കൊളൈ എന്ന പേരുള്ള ഓർഗാൻസിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് അതിൽ എന്ത് ചെയ്യാണ്? ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനെ എക്സ്പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ലാർജ് സ്കെയിൽ ക്വാണ്ടിറ്റിയിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുത്ത് അതിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന ഒരു ടെക്നോളജിയാണ് ഈ പറഞ്ഞ ഇൻസുലിൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. വൈഡ് ആയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ വരുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ QA പ്രിപ്പറേഷൻ ഒക്കെ എന്തായി, നന്നായി പഠിക്കുന്നുണ്ട് വിചാരിക്കുന്നു. ഇനിയും ഉള്ള ദിവസങ്ങൾ കളയാതെ മിസ്സാക്കാതെ നല്ല രീതിയിൽ പഠിക്കുക. ഒപ്പം നമ്മുടെ ടെലിഗ്രാം ചാനലും ഫോളോ ചെയ്യാം. അതിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം ഇടുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റ്സ് എല്ലാം നോക്കുക. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക് ആയിട്ട് കാണാം.